ഗായ്സ്, ഇന്ന് ഞാനൊരു ഫ്ലവർ ബൊക്കെയാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. മറ്റാൾക്കുള്ള എൻ്റെ ഹസ്ബൻഡിൻ്റെ വേണ്ടിയാണ്. പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ ഈ അടുത്താണ് കഴിഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേക്ക് എനിക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. എനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് അവൻ്റെ ബർത്ത്ഡേ ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും ഒരു കുഞ്ഞ് ഗിഫ്റ്റെങ്കിലും ഞാൻ എന്തെങ്കിലും ആയിട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ഒരു ഗിഫ്റ്റും കൊടുക്കാൻ പറ്റിയിട്ടില്ല. മറ്റൊന്നും ഉണ്ടല്ലോ, അവൻ ഖത്തറിലായിരുന്നു ഉണ്ടായത്. അപ്പോൾ എനിക്ക് ഗിഫ്റ്റൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവൻ നാട്ടിൽ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നി യൂട്യൂബിലൊക്കെ ഞാൻ അടിച്ചു നോക്കിയപ്പോൾ ഫ്ലവർ ബൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്ലവർ ബൊക്കെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കൈയോടെ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു രസമില്ലെന്ന് വിചാരിച്ച് അതിനുവേണ്ടി മെനക്കെടാൻ വേണ്ടിയാണ് ഗൈസ്. അപ്പം ഞാൻ ആദ്യം പോയി കുറച്ച് പർച്ചേസ് ചെയ്തു. കാരണം എന്താ, അതിന് വേണ്ട റിബണും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോകണം. അപ്പോൾ റിബണൊക്കെ വാങ്ങാൻ പോയ കൂട്ടത്തിൽ ഞാൻ ഒരു കുഞ്ഞു മുണ്ടും കുറച്ച് എന്താ പറയുക മുടിക്ക് എന്താ പറയുക കുറേ ചെണ്ടുള്ളൊരു കുഞ്ഞ് പാക്കറ്റും ഒക്കെ വാങ്ങിച്ചിട്ടാണ് അതിന്. അപ്പം ഞാൻ അവിടെ കണ്ടിട്ടൊരു മിററും ചീർപ്പും ഒരുമിച്ചുള്ള ഒരു പേർപ്പിൾ കളർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അതും ഞാൻ എടുത്ത്. അങ്ങനെ 50 ഉറുപ്പികയേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട്. പക്ഷേ അതിൻ്റെ മിററ് കുറച്ച് തേച്ചാനുണ്ട്. കാരണം ഇത് കുറച്ച് എന്താ പറയുക ഒരു ക്ലിയർ വരാം. അപ്പോൾ അങ്ങനെ ഒരു പൊടി പിടിച്ച പോലെ, പക്ഷെ കുഴപ്പമില്ല, നല്ല രസമുണ്ട്. പർപ്പിൾ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതും എടുത്ത്. പിന്നെ എടുത്തത് റിബണുകളാണ്. റിബണിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് പോയത്. അപ്പോൾ ചെണ്ടൊക്കെ എടുത്തൊക്കെ കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, റിബണ് റെഡ് തപ്പിയിട്ടാണ് ഞാൻ മൊത്തം നടന്നത്. പക്ഷേ റെഡ് ഏടിയില്ല കിട്ടാൻ. അതുകൊണ്ട് വെയിറ്റ് എടുത്ത്. പിന്നെ റെഡ് പോലത്തെ ഒരു കുറച്ച് എന്താ പറയുക റെഡല്ല, വേറൊരു കളറായിരുന്നു, ഒരു മുന്തിരി കളർ പോലത്തെ ഒരു കളറായിരുന്നു. അങ്ങനെ അതും എടുത്ത് ഫ്ലവർ ആക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി ഗൈസ്. അപ്പം ഫ്ലവേഴ്സ് ആക്കുമ്പോൾ എന്താ പറയുക, ആ പശയില്ലേ അത് മെഴുകുതിരിയിലാണ് ചൂടാക്കിയിട്ടാണ് ഞാൻ ഫിറ്റാക്കുന്നത്. അങ്ങനെ ഫ്ലവർ ഇങ്ങനെ മടക്കിയിട്ട് ഫിറ്റാക്കുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് തോക്കുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പശൻ്റെ തോക്കില്ലേ, അത് പക്ഷേ വർക്ക് ചെയ്യുന്നില്ല, അത് ചൂടാകുന്നില്ല, എന്തോ പറ്റി. അതുകൊണ്ട് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ എന്താ പറയുക ഈ ATM കാർഡോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ട് അളവെടുത്തിട്ടാണ് എല്ലാവരും ആക്കുന്നത് കാണുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ചെറിയൊരു കാർഡുണ്ട്. എന്തിൻ്റെ കാർഡാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ പേഴ്സായിട്ട് വാങ്ങിച്ചപ്പോൾ അയത്ത് കിട്ടിയതാണെന്ന് തോന്നുന്നു. അത് വെച്ചിട്ട് ഞാൻ അളവെടുത്ത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മീഷോയിലെ എൻ്റെ ഓർഡർ ചെയ്ത സാധനം വന്ന് ഞാനൊരു കണ്ണട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ കൂളിംഗ് ഗ്ലാസ് ആയിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് നല്ല യെല്ലോ കളർ. ഞാൻ കുറേ ആയി വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ എനിക്കൊരു ഭയങ്കര മടി. അതിൽ ആരും ഒരാൾ വാങ്ങിച്ചിട്ട് കൊള്ളില്ല എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പൊട്ടിപ്പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ടെൻഷൻ. അതുകൊണ്ട് ഞാൻ വാങ്ങാണ്ടിരുന്നത്. പിന്നെ രണ്ടും കളിപ്പിച്ച് എടുത്തതാണ്. പക്ഷേ എനിക്ക് മാഷാഅല്ലാ ഭയങ്കര ഇഷ്ടമായി ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫ്ലവർ ബൊക്കെ പിന്നെയും ഉണ്ടാക്കാൻ തുടങ്ങി ഗൈസ്. ആദ്യം ഞാൻ കുറച്ചാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഒരു വെള്ള റിബൺ ഉണ്ടായിരുന്നു. നമ്മൾ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയ സമയത്ത് എനിക്ക് വൈറ്റ് റിബണിന് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ഉപ്പ കുറേ റിബൺ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി വെച്ചിട്ട് ഞാൻ 2-3 ആക്കിന് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നിട്ടില്ലേ, കുറച്ച് കരിഞ്ഞൊക്കെ പോയത്. അങ്ങനെ 1-2 പാളിപ്പോയിട്ടായിരുന്നു. പക്ഷേ അതൊക്കെ റെഡിയാക്കി എടുത്ത്. പിന്നെ സിമ്പിളായി ആക്കാൻ. പക്ഷെ എന്നാലും കുറച്ച് മെനക്കെട്ട പണിയായി ഇരുന്നുണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രാവശ്യം കൈയൊക്കെ പൊള്ളി. ഒരേ കൈപൊള്ളലായിരുന്നു. ഇതേയും കൈപൊള്ളിയൊക്കെ ഞാൻ കാണിച്ചു തരാണ് ഗൈസ്. കാരണം ഒരേ കൈപൊള്ളലാണ്. കാരണം മറ്റേ പശ കൈമേൽ ഉറ്റിപ്പോക്ക്, അതുപോലെ തന്നെ പശ കൈമേൽ കുത്തിപ്പോക്ക്, അങ്ങനത്തെയൊക്കെ ആയിരുന്നു. ഇത് എൻ്റെ കൈമേലേക്ക് പശ ഉറ്റിപ്പോയതാണ് ഗൈസ്. കൈമേൽ ഉറ്റിപ്പോൾ അങ്ങനെ തന്നെ പൊള്ളി. ഞാനത് മായ്ച്ച് കളയാൻ നോക്കിയത് ഇപ്പുറത്തെ കൈയോട് വരച്ചിട്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പുറത്തെ കൈയും കൂടി പൊള്ളി ഗൈസ്. കുഴപ്പമില്ല. പിന്നെ നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ ഇതൊക്കെ എന്താണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങേണ്ടി വരും. അങ്ങനെ ഞാൻ റെഡ് കുറച്ചുണ്ടാക്കി. റെഡ് ഞാൻ ഒരു 2-3 ആക്കിയിട്ടുള്ളൂ. ഒത്തിരി 6-7 അതിൻ്റെ നെടുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വൈറ്റാണ് ഞാൻ കൂടുതലാക്കിയത്. എന്നെക്കൊണ്ടാകുമ്പോൾ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് ഗൈസ്. പക്ഷെ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഒന്നും ഇടൂല. കാരണം അവൻ വന്നു കഴിഞ്ഞിട്ട് അവനക്ക് കൊടുത്തിട്ടൊക്കെ ഞാൻ വീഡിയോ ഇടുള്ളൂ. അല്ലെങ്കിൽ അവൻ കാണുമല്ലോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ സർപ്രൈസായി കൊടുക്കാനാണ് എൻ്റെ പ്ലാന്. അങ്ങനെ ഇതൊക്കെ ഞാൻ ഏകദേശം സെറ്റാക്കി പിടിച്ച് വന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു കിട്ടുന്നില്ല. എങ്ങനെയാണിപ്പോൾ ഇതൊന്ന് റിബണാക്കി എടുക്കേണ്ടേ തരുന്നില്ല. ഞാനാണെങ്കിൽ മറ്റെന്താ പറയുക ബൊക്കെയാക്കി എടുക്കേണ്ടേ തരുന്നില്ല. ബൊക്കേൻ്റെ കവർ വാങ്ങാൻ ഞാൻ ഒരുപാട് തപ്പി നോക്കി. എനിക്ക് എവിടെയും കിട്ടിയില്ല. പിന്നെ മീഷോയിലുണ്ട്. അതൊക്കെ ഓർഡർ ചെയ്ത് വരാൻ കുറേ ടൈം എടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്യാൻ നിന്നിട്ടില്ല. എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയിട്ട്. അങ്ങനെ ഞാൻ തെർമോക്കോൾ വെച്ചിട്ട് ചുറ്റും ഒട്ടിച്ചിട്ട്
പോയിട്ട് എന്ത് ചെയ്ത് സാധാ മറ്റേ കുറച്ച് തടിയുള്ളൊരു പേപ്പർ ഉണ്ടായിന് അത് വാങ്ങിച്ച് റെഡ് കളർ വാങ്ങിച്ചു. കാരണം വൈറ്റ് ആണല്ലോ, അപ്പോൾ വൈറ്റിന് ചുറ്റും റെഡ് വരുന്നതായിരിക്കും രസം തോന്നിയിട്ട് ഞാൻ അങ്ങനെ ആയിരുന്നു ആക്കിയിട്ടുണ്ടായിന്. അപ്പം ഞാനിത് സാധാ ബൊക്കൻ്റെ കവർ ചെയ്യുന്ന പോലെ ഇങ്ങനെ മടക്കിയിട്ട് അതിന് ശേഷം അതിൻ്റെ മേലെ കൊണ്ട് ബ്ലാക്ക് മാർക്കറിനെ കൊണ്ട് വരച്ച് സെറ്റാക്കി അവസാനം ഞാൻ ഇങ്ങനെയാക്കി എടുത്തു ഗൈസ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ഗൈസ്. ഇത് ഞാൻ അവർക്ക് കൊടുക്കുന്ന വീഡിയോസൊക്കെ ആയി വരുന്നതായിരിക്കും. പിന്നെ ഞാനുണ്ടാക്കിയ ഫ്ലവർ ബൊക്കെ എങ്ങനെയുണ്ട്, രസമുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. ബോറാണെങ്കിൽ ബോറാണെന്ന് തന്നെ കമൻറ്റ് ചെയ്തോ, അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ നല്ലതാണ് കമൻറ്റ് ചെയ്തോ. അപ്പോൾ ബൈ ഗൈസ്.